എസ് മനോജ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മനോജ്, ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതീക്ഷയോടെ വലിയ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരുടെയും പ്രതികരണം വരുന്നത്. സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക എന്നുള്ളതാണോ സഞ്ജു സാംസന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എപ്പോഴും എടുത്തു കാട്ടപ്പെടുന്നത്? ഇവിടെ ഇപ്പോൾ സഞ്ജു തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷം, അല്ലെങ്കിൽ ടീമിലേക്ക് ഇടം നേടിയതിന്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അത്രമേൽ സമ്മർദ്ദവും സഞ്ജുവിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഞ്ജു എത്രത്തോളം 2020 തിളങ്ങുമെന്നുള്ളതാണ് അങ്ങയുടെ പ്രതീക്ഷ? ായിട്ട് നമ്മൾ ഏത് ടീമിനെ പ്രഖ്യാപിക്കുന്ന സമയത്തും നമ്മൾ സഞ്ജു ടീമിലില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ പറയാറുണ്ട്. മലയാളികൾ എപ്പോഴും അത് വളരെ വലിയ ന്യൂസ് ആയിട്ട് തന്നെ പറയാറുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എന്നെ പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം സഞ്ജു ടീമിലില്ലാത്ത സഞ്ജുവിന്റെ ഒരു കൺസിസ്റ്റൻസി കുറവ് കൊണ്ടാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കൺസിസ്റ്റൻസി, ഈ ഒരു വർഷത്തെ IPL, ഈ 2024 IPL സഞ്ജു കാഴ്ചവെച്ച പ്രകടനം എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ആണ്. ഈ സഞ്ജുവിനെയാണ് മലയാളികളായ ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവശ്യമുള്ളത്. ഇത്രയും കൺസിസ്റ്റൻസിയിൽ കളിക്കുന്ന ഒരു പ്ലെയറിനാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, ടാലന്റ് കൊണ്ട് സഞ്ജു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ടാലന്റ് റൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു പല വിദഗ്ധരുടെയും അഭിപ്രായം. പക്ഷെ ഈ ഒരു 2024 IPL അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പല മാച്ചുകളിലും. ഒപ്പം തന്നെ രാജസ്ഥാനെ വളരെ മികച്ച രീതിയിൽ ലീഡ് ചെയ്യാനായിട്ടും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. 9 മാച്ചുകളിൽ 380+ റൺസ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസിക്കുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇപ്പൊ ഇന്ത്യൻ സെലക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം KL രാഹുലിനേക്കാളും ഉപരിയായിട്ട് സഞ്ജുവിനെ അവർ കൺസിഡർ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കൺസിസ്റ്റൻസി തന്നെയാണ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യ കളിക്കാൻ പോകുന്നത് വെസ്റ്റ് ഇൻഡീസിലും അതുപോലെ തന്നെ അമേരിക്കയിലുമായിട്ടാണ്. അപ്പൊ ഈ മത്സരങ്ങളിൽ സഞ്ജുവിന് ചാൻസ് കിട്ടുമോ എന്നുള്ളത് ഒരു വേറൊരു വിഷയമാണ്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് വിക്കറ്റ് കീപ്പറായിട്ട് അവർ എപ്പോഴും കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഋഷഭ് പന്തിനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിക്കറ്റുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിലെ വിക്കറ്റുകൾ ഏകദേശം ഇന്ത്യൻ വിക്കറ്റുകളുമായിട്ട് സമാനതകളുള്ള വിക്കറ്റുകളാണ്. അതായത് ഏകദേശം ചെറിയ ഗ്രൗണ്ടുകളാണ്, വിക്കറ്റുകൾ സമാനമാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് പറയുന്നത്, അവിടെയുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് പല മാച്ചുകളും ഡേ ടൈമിലാണ് നടക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പോലെ ഡേ നൈറ്റ് മാച്ചുകളല്ല. അത് ഇന്ത്യയിലെ ഒരു ടൈമിങ്ങുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ പല മാച്ചുകളും നടക്കാൻ പോകുന്നത് ഒരു ഡേ ടൈമിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതിൽ സഞ്ജുവിന് ചാൻസ് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിക്കും. കാരണം കൂടുതലും ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റുകളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ സഞ്ജുവിനെ 11-ൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അതാണ് ഒരു ഡൗട്ടായിട്ട് എനിക്കുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് നിരയാണ് ഇന്ത്യയുടേത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും, ഇപ്പൊ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും എല്ലാത്തിലും വളരെ മികച്ചൊരു നിരയാണ് ഇന്ത്യയുടേത്. ആകെ ഒരു ചെറിയ ലാക്കിംഗ് എന്ന് തോന്നുന്നത് പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ്. അപ്പൊ ഇതില് ഋഷഭ് പന്തിന് പകരമായിട്ട് സഞ്ജുവിനെ അവർ കളിപ്പിക്കുമോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു പ്രശ്നം. അല്ല, പക്ഷേ നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായി തന്നെ സഞ്ജു കളിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെ സംസാരിക്കാമെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് വെച്ചിട്ട്, അതായത് ഇപ്പൊ ഈ IPL 2024 സഞ്ജുവിന്റെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് വെച്ചിട്ട് അദ്ദേഹത്തിന് ആ ഒരു ടീമിൽ ചാൻസ് 11-ൽ കളിപ്പിക്കാനുള്ള ചാൻസസ് അവർ കൊടുക്കുകയാണെങ്കിൽ, ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അതാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെ ആയിരിക്കും. പക്ഷെ എങ്ങനെയാണെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയും കുറച്ച് മാച്ചുകൾ IPL തീരാനുണ്ട്. അതിന്റെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇത് എങ്ങനെയായിരിക്കുന്നത്? കാരണം ഇപ്പം നമുക്ക് ഷിയറായിട്ട് ഈ IPL പെർഫോമൻസ് വെച്ചിട്ടാണ് ഈ ഒരു ടീമിനെ എടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിങ്കു സിംഗിന് ഈ ടീമിൽ സ്ഥാനം ലഭിച്ചില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഒരു IPL തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ റിങ്കു സിംഗ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫിനിഷർമാരുടെ പട്ടികയിൽപ്പെടുന്ന ആളായിരുന്നു. അദ്ദേഹത്തിനില്ലാതെ ഒരു 2020 ടീം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ, ധോണിയുടെ ഒരു പിൻഗാമി എന്നുള്ള രീതിയിലൊക്കെ ഒരു ഫിനിഷറായിട്ട് കണ്ടിരുന്ന ആളാണ് റിങ്കു സിംഗ്. പക്ഷെ അദ്ദേഹത്തിന് കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയിട്ട് വലിയ അവസരങ്ങൾ കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഏകദേശം ഒരു മാസത്തോളം IPL ബാക്കിയുണ്ട്. അപ്പൊ ഈ IPL ഇനി വരുന്ന പെർഫോമൻസുകൾ അനുസരിച്ചിട്ടായിരിക്കും സഞ്ജുവിന്റെ 11-ലേക്കുള്ള പ്രവേശനം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ആ ലെവലിൽ സഞ്ജുവിന് പ്രവേശിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ തന്നെ നമുക്ക് ഈ സമയത്ത് മുന്നോട്ട് വയ്ക്കാം.